1968 അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധകാലത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ഹാമിൽട്ടൺ ഹാളിൽ അന്നൊത്തുചേർന്നവർ പ്രതിഷേധിച്ചതിൻ്റെ ചരിത്രപരമായ അടയാളപ്പെടുത്തലായി ഇപ്പോൾ ആ ഹോളിന് ഹിന്ദു ഹോൾ എന്ന് പേരിട്ടതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ ഹിന്ദു ഹാൾ എന്ന് പേരിട്ടത് ഗസയിലെ ഈ സയനിസ്റ്റ് ഭീകരരുടെ കൂട്ടക്കൊലയിൽ ഏറ്റവും ദാരുണമായി കൊല്ലപ്പെടേണ്ടി വന്ന ഹിന്ദ് റജബ് എന്ന 6 വയസ്സുള്ള ഒരു മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ആരാണവൾ? എന്താണ് സംഭവിച്ചത്? അറിയണം ലോകം, കേൾക്കണം മനുഷ്യർ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഹിന്ദ് റജബ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ പിന്തുണയോടെ നടത്തുന്ന സയനിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖം വെളിപ്പെട്ട രക്തസാക്ഷിയാകേണ്ടി വന്ന 6 വയസ്സുകാരിയായ ഒരു മകളാണ്. അഫ്ഗാനിസ്ഥാനിൽ പഠിക്കാൻ പോയ സ്കൂളിനകത്ത് താലിബാൻകാർ നടത്തിയ അക്രമത്തിൽ തലയിൽ പരിക്കേറ്റ മലാലയെ ലോകം മുഴുവൻ പ്രസംഗിക്കാനായി കൊണ്ടു നടക്കുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഭീകരതയ്ക്കെതിരെയുള്ള വലിയ സിമ്പലായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, ഇന്ന് ജനോസൈഡൻ എന്ന ഏറ്റവും ക്രൂരനായ ഭീകരനായ ജനോസൈഡിന് പിന്തുണ നൽകുന്ന ആ മനുഷ്യൻ്റെ രാജ്യം അടക്കമുള്ളവർ ആഘോഷിച്ചിരുന്ന പേരാണ്. എന്നാൽ ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരിയെ ബോധപൂർവം തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഹിന്ദ് റജബ് എന്ന ഈ 6 വയസ്സുകാരിയായ രക്തസാക്ഷിയായ മകളുടെ പേരിൽ ഹിന്ദ് ഹാളെന്ന് ഹാമിൽട്ടൺ ഹാളിന് ഗസ പ്രതിഷേധത്തിനിടയിൽ നാമകരണം ചെയ്തത്. ഈ പെൺകുട്ടി ഗസയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച കുട്ടിയാണ്. ജനുവരി 29 ഒരു വാഹനത്തിൽ അവൾ സഞ്ചരിച്ചു പോകവേ അവളുടെ വാഹനത്തെ ഈ സയനിസ്റ്റ് ഭീകരരായ ആളുകൾ ആക്രമിക്കുകയും അപായപ്പെടുത്തുകയും ചെയ്തു. ആ വാഹനത്തിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഈ ഹിന്ദ് റജബ് എന്ന് പറയുന്ന പെൺകുട്ടിയും അതിൽ പരിക്കേറ്റു, അപകടത്തിൽപ്പെട്ടു. രക്ഷപ്പെടാനായി നിലവിളിക്കുന്ന, സഹായം അഭ്യർത്ഥിക്കുന്ന ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഫലസ്തീൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സന്നദ്ധ സേവകരായ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനായി പുറപ്പെട്ടു. ആ ആംബുലൻസിനെ തകർത്ത് കളയുകയും അതിനുള്ളിലുള്ളവരെ വധിച്ചു കളയുകയും ചെയ്തു. അവളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് ഈ പറയുന്ന കുട്ടി തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കാൻ ഫെബ്രുവരി 10 വരെ കാത്തിരിക്കേണ്ടി വന്നു. ജനുവരി 29 ഈ ആക്രമണം നടന്ന ശേഷം ഈ മൃതദേഹങ്ങൾ പോലും വിട്ടുകൊടുക്കാതെ വീണ്ടും അവിടെ താണ്ഡവ നൃത്തമാടിയവൻ്റെ പേരാണ് സയനിസ്റ്റ് ജൂത ഭീകരനെന്ന്. അതുകൊണ്ടാണ് അവനെ വെറുക്കുന്നത്, അവനെക്കുറിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. മനുഷ്യചരിത്രത്തിൽ ഹിറ്റ്ലറൊക്കെ എത്രയോ മാനവികമായിരുന്നുവെന്ന് യവനെപ്പോലെയുള്ള ക്രൂരന്മാരുടെ ക്രൂരത വർത്തമാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒടുവിൽ ഫെബ്രുവരി 10 ഹിന്ദ് റജബ് എന്ന് പറയുന്ന ഈ മകളുടെ ജനാസ ശരീരം മറ്റുള്ളവരോടൊപ്പം ഈ തകർന്ന വാഹനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ആ മകളുടെ പേരാണ് ഹിന്ദ് റജബ്. അവരുടെ ഉമ്മ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എനിക്ക് നിസ്സഹായമായ ലോകമാണ്, എല്ലാവരും നഷ്ടപ്പെട്ടു, ഹിന്ദ് റജബ് ഉൾപ്പെടെ. പക്ഷേ എൻ്റെ നാഥൻ എന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വിചാരണയുടെ ദിവസമുണ്ട്. ആ വിചാരണയുടെ ദിവസത്തിൽ ഈ ക്രൂരതയ്ക്ക് സത്യസന്ധമായ വിചാരണ നടക്കുമെന്നും യവനൊക്കെയും അർഹിക്കുന്ന ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതെ, എല്ലാ സ്വപ്നങ്ങളുമുള്ള ഒരു പൂമ്പാറ്റയെപ്പോലെ വളരാൻ, പടരാൻ, ജീവിക്കാൻ ആഗ്രഹിച്ച, നിറമുള്ള മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട മനോഹരിയായ ഒരു കുഞ്ഞിൻ്റെ പേരാണ് ഹിന്ദ് റജബ്. അവളെയാണ് ഈ സയനിസ്റ്റ് ഭീകരർ ക്രൂരമായി കൊന്നുകളഞ്ഞത്. ഇത് കേവലം ഒരു ഹിന്ദ് റജബ് മാത്രമല്ല. അവിടെ കൊല്ലപ്പെട്ട ഏതാണ്ട് 34,000-ഓളം ഈ ആളുകളിൽ ഏതാണ്ട് 10,000-ഓളം പേരും ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തിന്? എംബ്രിയോളജി ലാബിലുള്ള, നിയോനേറ്റൽ ലാബിലുള്ള, അതുപോലെ തന്നെ ICUവിലുള്ള കുഞ്ഞുങ്ങളെ അടക്കമാണ് ഭീകരർ എന്ന പേരിൽ ഇവർ കൊന്നുതള്ളുന്നത്. യവനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരുടെ ഷീയും ബാക്കിയുള്ളതുമൊക്കെ നോക്കി അതിൻ്റെ വർണ്ണവർഗ വ്യത്യാസങ്ങൾ തിരയുന്നവൻ, അവൻ
യവനോടൊപ്പം തന്നെ തുല്യനായ ക്രൂരനും ഭീകരനുമാണ് എന്നുള്ളതാണ് ഒരു സത്യം. ഈ ഭൂമിയിൽ വലിയ മാനവികനൊക്കെ ആയി ചമയുമെങ്കിലും നാളെ ഉടയതമ്പുരാൻ്റെ മുന്നിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.